നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്മാൻ ഡെമ്പലയല്ലാതെ മറ്റൊരാൾക്ക് ഇത്തവണ ബാലൺ ഡ്യോർ അർഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. ഓസ്മാൻ ഡെമ്പലെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ പ്രകടനമൊക്കെ കിരീടമാക്കി ട്രാൻസ്ഫോം ചെയ്തിട്ടുമുണ്ട്. രണ്ടുകൂടി നോക്കുമ്പോൾ ഡെമ്പലയല്ലാതെ മറ്റാര് സുഹൃത്തുക്കളെ? ഇത് ചോദിക്കുന്നത് ഗാരത്ത് ബെയിലാണ്. ബെയിലിൻ്റെ വാക്കുകൾ ESPN FC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, യെസ്, ഞാൻ വിചാരിക്കുന്നു അവന് തന്നെ ഡെമ്പലയ്ക്ക് തന്നെ ബാലൺ ഡ്യോർ കിട്ടുമെന്ന്. എന്തൊക്കെ നേട്ടങ്ങളാണ് അവൻ ഉണ്ടാക്കിയത് എന്നൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് നോക്കിയിട്ട് വരാം. അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് 35 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് 53 മാച്ചുകളിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയത്. പിന്നെ കിരീടങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ചാമ്പ്യൻസ് ലീഗും പിന്നെ ഡൊമസ്റ്റിക് ട്രബിളും ഒക്കെയായിട്ട് അങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലും എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി ബെയിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി നോക്കാം. അദ്ദേഹം പറയുന്നു, എല്ലാവരും ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുന്നു, അതോടൊപ്പം തന്നെ ആ കിരീടങ്ങൾ നേടിയത് കൂടി നമ്മൾ കാണണം. ഇപ്പം ചാമ്പ്യൻസ് ലീഗ് നേടുന്നു, ഒബ്വിയസ്ലി അവരവരുടെ ഡൊമസ്റ്റിക് ട്രബിളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഒരു വിജയം കൂടി നേടിയ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് എത്താൻ പറ്റും. സോ ഒരു സീസൺ നന്നായി കളിക്കുക, അത് ട്രോഫീസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക, അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സോ മറ്റെല്ലാവരിൽ നിന്നും ബാലൺ ഡ്യോറിനായിട്ടുള്ള റണ്ണിൽ ഏറെ മുന്നിലാണ് ഡെമ്പലെ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഗാരത്ത് ബെയിൽ പറയുന്നു. എന്തായാലും ഒരു സംശയവും വേണ്ട, ബാലൺ ഡ്യോറിനുള്ള ഫ്രണ്ട് റണ്ണർ ഓസ്മാൻ ഡെമ്പലെ തന്നെയാണ്. അദ്ദേഹത്തിന് ഇത് കൊടുക്കുമെന്ന് കരുതാം. പിന്നെ അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ പോലത്തെ അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.